എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അയല ഫ്രൈ ആണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. വീഡിയോ മുഴുവൻ കാണുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എനിക്കിവിടെ കട്ട് ചെയ്ത് പീസാക്കിയിട്ടുള്ള ഫിഷാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കഴുകി അതുപോലെ തന്നെ അങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കട്ട് ചെയ്ത പീസസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഈ ഒരു പ്ലേറ്റിലേക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഇത് നല്ലൊരു കളർ കിട്ടിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇത്തിരി ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് നമുക്കിനി ഇതിലേക്ക് ഇത്തിരി വെള്ളവും അതുപോലെ എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യമായി ഈ ഒരു സ്പൂണിൽ തന്നെ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ബാക്കി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഇതേപോലെ ഈ സ്പൂണിലേക്ക് തന്നെ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു നല്ല പേസ്റ്റ് പോലെയാണ് കിട്ടേണ്ടത്. നമ്മുടെ ഈ ഫിഷിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലൊരു പേസ്റ്റ് പോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്നുകിൽ വെളിച്ചെണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പുളിരസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണ്. ചെറുനാരങ്ങ നീരില്ല എന്നാണെങ്കിൽ നമുക്ക് വിനെഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറുനാരങ്ങ നീര് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തിരി വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉപ്പ്, എരിവ് ഇതൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അതിന് ശേഷം നമുക്കിത് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ കറക്റ്റാണ്, ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് എടുക്കുക. ഇതുപോലൊരു കത്തി വെച്ചിട്ട് 2 സൈഡിലും ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ഈ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ പൊടിയുടെ ഈ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അത് നമ്മുടെ നന്നായിട്ട് ആ ഒരു ഫിഷിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് എടുത്തു വയ്ക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നന്നായിട്ട് ആ ഫിഷിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. അത് നമുക്കൊരു 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ടൈം ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് മാത്രം വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇല വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇലയുടെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഈ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിനി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഇല വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കഷ്ണം ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ട് നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇത്തിരി നേരം വെച്ചതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ പീസസൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. രണ്ട് സൈഡും ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊന്ന് ഇലയിൽ നിന്നൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയല ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്